ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡൈമണ്ട് ലൈഫാണ് കേട്ടോ. ക്ലീനിങ്ങും കുക്കിങ്ങും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. ഇതിൻ്റെ കൂടെ നമ്മളെ നോമ്പിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കാണാം. കൂടെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്താം കേട്ടോ. അപ്പോൾ ഇന്ന് ലേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. കാരണം തലേന്ന് ചുട്ടിട്ടുള്ള പത്തിരിയും ബാക്കിയുണ്ട്. അതേപോലെ നമ്മൾ തലേന്ന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള മന്തിയുണ്ട് കേട്ടോ. അതൊക്കെ ചൂടാക്കിയിട്ട് ഇന്ന് ലേറ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വലിയ പണി അടുക്കളയിൽ തിരിഞ്ഞളിക്കാനില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൂടുതൽ ക്ലീനിങ്ങിനായിട്ട് മാറ്റിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ കിട്ടുന്ന ടൈമിലാണ് അധികം ഞാൻ ക്ലീനിങ്ങിന് മാറ്റിയത്. അങ്ങനെ ഇതാ ഞാൻ വേഗം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ട് മുറ്റമൊക്കെ ഒന്ന് അടിച്ച് വാരുകയാണ് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ ചമ്മലുണ്ട്. വെയിലാണെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, നല്ല പോലെ ചമ്മലുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ രാവിലത്തെ ആ ഒരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ നമ്മൾ അടിച്ചാരി കഴിഞ്ഞിട്ടാണ് കേട്ടോ കഴിക്കുന്നത്. അങ്ങനെ ചായയും അതിന് കൂടെ ഇതാ മന്തിയാണ് കേട്ടോ. മന്തിൻ്റെ ഒരു ചെറിയ പീസുണ്ട്. അതുകൊണ്ട് പത്തിരി വേണമെങ്കിൽ പത്തിരി ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളവരൊക്കെ കഴിച്ച് കഴിഞ്ഞ് അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. പിന്നെ വേഗം വന്നിട്ട് നമ്മൾ മല്ലി ഉണ്ടായിരുന്നല്ലോ, മുളകും, അത് മുളക് മാത്രമാണ് കേട്ടോ ഇപ്പോൾ വെയിലത്തിട്ടിട്ടുള്ളത്. മല്ലി ഞാൻ ഓൾറെഡി ഒരു പ്രാവശ്യം ഉണക്കിയെടുത്തതാണേ. അതുകൊണ്ട് മല്ലി വെയിലത്തിട്ടില്ല, മുളക് മാത്രം വെയിലത്തിട്ടിട്ട് ഒന്ന് ഉണക്കിയെടുക്കുന്നുണ്ട്. കൂടെ നമ്മൾ പട്ടച്ചൂല് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പട്ട കിട്ടിയിട്ടുണ്ടായിരുന്നേ, അതൊക്കെ വെട്ടിയിട്ട് അതും കൂടി ഒന്ന് വെയിലത്തിട്ട് വെക്കുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പട്ടച്ചൂല് ഉണ്ടാക്കാത്തത് കൊണ്ട് തന്നെ എനിക്ക് പൈസ കൊടുത്തിട്ട് അകടിച്ചാരാൻ ചൂല് വാങ്ങേണ്ടി വന്നിട്ടോ. ഇവിടെ അങ്ങനെ ഒന്നും അകടിച്ചാരാൻ പോലും നമ്മൾ ഉണ്ടാക്കി ചൂലാണ് എടുക്കുക, അല്ലാതെ പുറത്തുനിന്ന് പൈസ കൊടുത്ത് വാങ്ങാറില്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചൂല് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. ഇതിപ്പോൾ ഞാൻ ഡൈനിയാളത്തെ മാറാലയും കാര്യങ്ങളൊക്കെ തട്ടാണ് കേട്ടോ. പുറത്തുള്ള റൂമത്തതും കൊലായത്തതും മാറാലയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ട് കേട്ടോ. ഈ ചിലന്തി വലയൊക്കെ അത്യാവശ്യം നല്ല പോലെ ഉള്ളത് ഈ ഒരു ഡൈനിയാളിലാണ് കേട്ടോ. അത്യാവശ്യം നല്ല പോലെ തന്നെ ആയിട്ടുണ്ട്. ഇത് ഞാൻ തട്ടാൻ വേണ്ടിയിട്ട് ഒരു കോലുമ്മൽ നമ്മൾ ബുഷ് ഉണ്ടല്ലോ, ബുഷിൻ്റെ ചെടീൻ്റെ കൊമ്പ് പൊട്ടിച്ചിട്ട് അതങ്ങനെ കെട്ടിക്കൊടുത്താണ് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ മുക്കിൽ മൂലയിലുള്ളത് വരെ നമ്മൾ എന്താ പറയുക മാറാല തട്ടുന്ന സമയത്ത് മൊത്തത്തിൽ കിട്ടും കേട്ടോ. എവിടെയും ഒരു എന്താ പറയുക അത്രക്കും നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ അങ്ങനെ ചെയ്യൽ. ഇതുപോലെ ഓടിട്ട വീട്ടിലൊക്കെ ആകുമ്പോഴേ പട്ടികൻ്റെയും കൈക്കോലിൻ്റെ ഉള്ളിൽ മാറാലൊക്കെ നല്ല പോലെ ഉണ്ടാവും കേട്ടോ. അതൊന്ന് തട്ടിയെടുത്താൽ എന്താ പറയുക നല്ലൊരു വൃത്തി ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ ഇന്ന് തട്ടിയാൽ നാളത്തേക്ക് അതേപോലെ ഉണ്ടാവും കേട്ടോ. അതിപ്പോൾ എത്ര എവിടെയാണെങ്കിലും ഇങ്ങനത്തെ വീട്ടിലൊക്കെ പെട്ടെന്ന് വരും കേട്ടോ. അങ്ങനെ എന്താ മെഷീൻ വെച്ച ഭാഗത്ത് നല്ല പോലെ മാറാല കെട്ടി നിൽക്കുന്നുണ്ട്. അവിടേക്ക് ഒന്ന് ചൂല് വെച്ചിട്ട് തന്നെ ഒന്ന് അടിച്ചാരി ക്ലീൻ ആക്കിയിട്ടോ. അതിനുശേഷം മെഷീന് നമ്മൾ ഇങ്ങോട്ട് സൈഡിലേക്ക് മാറ്റിയിട്ടോ. എന്നിട്ട് മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുകയാണ്. ചുമരിൻ്റെ കോലം നോക്കണ്ട, മക്കളുള്ള വീട്ടിലൊക്കെ അവസ്ഥ ഇതായിരിക്കും അല്ലേ. ഇതുപോലെ നമ്മൾ മക്കളോട് എത്ര പറഞ്ഞാലും മക്കൾ ചെയ്യണ്ടെന്ന് പറഞ്ഞത് ചെയ്യുള്ളൂ. അപ്പോൾ മാക്സിമം ചെയ്യണ്ടെന്ന് പറയാതിരിക്കലാണ് കേട്ടോ നോക്കൽ. അങ്ങനെ പറയാതിരിക്കുമ്പോൾ അവർ തന്നെ കണ്ടറിഞ്ഞിട്ട് ചെയ്യാതിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടു കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മൊത്തം കണ്ടില്ലേ, നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ആ ഉത്തരത്തിലുള്ളൊക്കെ അത്യാവശ്യം നല്ല പോലെ എന്താ പറയുക മൊത്തം നിലത്തേക്ക് വീണിട്ടുണ്ട് കേട്ടോ. മാറാലിയും ചെതലും ചമ്മലും ആയിട്ടൊക്കെ ഉണ്ട്. അതൊക്കെ ഇതാ ചൂല് വെച്ചിട്ട് അടിച്ചു വാരാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പട്ടച്ചൂല് ഉണ്ടാകുമ്പോൾ നല്ല ഈസിയാണ് കേട്ടോ അടിച്ചു വാരാൻ. ഈ ചൂല് നമുക്ക് അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് കുറച്ചൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ കുറച്ചായിട്ട് ഇത് ശീലമായി വന്നിട്ടുണ്ട്. പിന്നെ മൊത്തം അടിച്ചു കൂട്ടിയിട്ട് വാരിയിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മൾ ഡൈനിയാളും ഒരു റൂമും മാത്രമാണ് കേട്ടോ മൊത്തം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നത്. കാരണം ഡൈനിയാളിൽ നിന്ന് നേരെ പോകുന്ന ഭാഗത്തുള്ള ഒരു റൂമുണ്ട്, ആ റൂമാണ് ക്ലീൻ ആക്കി എടുക്കുന്നത്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മോപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് തുടച്ചെടുക്കുന്നത്. അപ്പോൾ തുടക്കുന്ന വെള്ളത്തിലേക്ക് കുറച്ചൊരു ലിക്വിഡ് ആക്കി കൊടുത്തു കേട്ടോ. ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്, നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. നമ്മൾ അകത്തേക്ക് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നല്ലൊരു മണവും അല്ലെങ്കിൽ നമ്മളവിടെ തന്നെ കാണുമ്പോൾ നല്ലൊരു വൃത്തിയാണെന്ന് തോന്നുന്ന ആ ഒരു മട്ടം വേണമല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഇത്തിരി ലിക്വിഡ് നല്ല സ്മെല്ലുള്ളത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ തുടച്ചെടുക്കുന്നത് കേട്ടോ.
ഒരു 4-5 പ്രാവശ്യം തുടച്ചെടുത്താലേ ശരിക്കും പറഞ്ഞാൽ ഈ പൊടിയും കാര്യങ്ങളൊക്കെ പോയി കിട്ടുള്ളൂ കേട്ടോ. എന്നോട് ഒരുപാട് പേര് ചോദിക്കലുണ്ട് കേട്ടോ, എല്ലാം കൂടി നീ എങ്ങനെ മാനേജ് ചെയ്യുന്നത്, നിനക്ക് മടി വരാറില്ലേ എന്നുള്ളതൊക്കെ കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളെപ്പോലെയൊക്കെ തന്നെയാണ്, എനിക്കും മടി വരാറുണ്ട് ചില സമയങ്ങളിൽ. പക്ഷേ ഞാൻ ആ മടിക്കുള്ള കാരണം എന്താണെന്ന് കണ്ടെത്താറുണ്ട് കേട്ടോ. നിങ്ങളും ചെയ്യേണ്ടത് അതാണ്. നമ്മളെ മടി എവിടുന്ന് വരുന്ന അതിനൊരു റീസൺ എന്തായാലും ഉണ്ടാവും കേട്ടോ. ഇപ്പം നമ്മൾ രാവിലെ എണീക്കുന്ന ടൈമിൽ തന്നെ ഫോൺ നോക്കിയിരുന്ന് ഒരു 5 മിനിറ്റ്, കുറച്ച് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റും കൂടി നോക്കട്ടെ, എന്നിട്ട് മതി കിച്ചണിൽ കയറുന്നതെന്ന് വിചാരിച്ചിരുന്നിട്ടുണ്ടെങ്കിൽ അന്നത്തെ പണി കുറച്ചൊന്ന് ലാഗടിച്ചു പോകട്ടോ. പക്ഷേ നമ്മൾ അതിനു വേണ്ടിയിട്ട് നമ്മളെ പണിയൊക്കെ തീർത്തിട്ട് എനിക്കായിട്ടുള്ള ടൈം കണ്ടെത്താമെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അപ്പം നമ്മളെ പണിയൊക്കെ എന്താ പറയുക പമ്പ കടക്കും കേട്ടോ. നമ്മളെ പണികളൊക്കെ തീർത്ത് ഒരു സ്വസ്ഥതയായിട്ട് ഒരു സമാധാനത്തോട് കൂടിയിട്ട് ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന ആ ഒരു എന്താ പറയുക എനർജി അത് വേറെ എവിടുന്നും കിട്ടൂല കേട്ടോ. എല്ലാ പണിയും അവിടെ വെച്ചിട്ട് നമ്മൾ ഫോണിലും അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഈ പണിയൊക്കെ നമ്മൾ തന്നെ എടുക്കണ്ടേ. അപ്പം മാക്സിമം ടൈം മാനേജ് ചെയ്ത് കൊണ്ടുപോകാം, മടിയെ മാറ്റിയെടുക്കുക കേട്ടോ. അങ്ങനെ കുറേ പണികൾ ഇതിൻ്റെ ഇടയിൽ കഴിഞ്ഞു കേട്ടോ. കുറേ പാത്രം ഉണ്ടായിരുന്നു സിങ്കിൽ, അതൊക്കെ ഒന്ന് കഴുകി വെച്ചു. നമ്മൾ ഡൈനിങ് ഹാളിലെ പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൈനിങ് ഹാളിലെ തുടക്കലും മാറാല തട്ടലും അവിടെ ക്ലീനാക്കലും കഴിഞ്ഞപ്പം തന്നെ നമ്മളെ നോമ്പിൻ്റെ പണി ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി മെയിനായിട്ട് കിച്ചണൊന്ന് നീറ്റാക്കിയിട്ട് ക്ലീനാക്കാനുണ്ട്, കുറേ പാത്രങ്ങൾ കഴുകി വെക്കാനുണ്ട്. അങ്ങനത്തെ അല്ലറ ചില്ലറ പരിപാടികളേ ഉള്ളൂ കേട്ടോ. അങ്ങനെ ഞാൻ ഗ്യാസ് അടുപ്പിലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ആ ഒരു പാത്രമൊക്കെ ഗ്യാസിൻ്റെ ആ ഒരു അതൊക്കെ ഞാനൊന്ന് ക്ലീനാക്കാൻ എടുത്തു കേട്ടോ. അത് കുറച്ചൊക്കെ ഒന്ന് തുരുമ്പ് പിടിച്ചിട്ടുണ്ട്, അതൊന്ന് മാറ്റണം. കുറച്ച് കഴിഞ്ഞിട്ട് മാറ്റാമെന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ. ബഡ്ജറ്റും നമ്മളെ കയ്യിൽ ഒതുങ്ങണ്ടേ. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു റാക്കും കാര്യങ്ങളൊക്കെ ഒന്ന് നീറ്റാക്കുന്നുണ്ട്. നമ്മളെപ്പോഴും എടുത്ത പാത്രങ്ങൾ അതേപോലെ വെക്കാനും അതേപോലെ നീറ്റായിട്ട് തുടച്ചെടുക്കാനും ക്ലീനാക്കാനും ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഞാൻ ഈ ഒരു മണി പ്ലാന്റ് ഇതുപോലത്തെ ഒരു ബോട്ടിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എത്രത്തോളം നമ്മളെ കിച്ചണ് അല്ലെങ്കിൽ നമ്മളെ വീട് മനോഹരമാക്കാൻ നമുക്ക് കഴിയുമോ അത്രത്തോളം നമ്മൾ മനോഹരമാക്കി വെക്കണം കേട്ടോ. അപ്പോൾ പുറമേ നിന്ന് വരുന്നവർക്കും കാണുമ്പോൾ എന്താ പറയുക ഒരു സമാധാനം, ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ ആയിരിക്കും കേട്ടോ നമ്മളെ വീട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഞാൻ കുറച്ച് മണി പ്ലാന്റ്സ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ ഒന്ന് വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇതേപോലെ ഇടയ്ക്കൊന്ന് നനച്ച് തൊട്ടും തലോടി നിന്നാൽ നമ്മളെ വീട്ടിൽ നല്ലൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്യും. ആ ഒരു ചെടികൾക്ക് തന്നെ വളരാനുള്ള ആ ഒരു മനസ്സും ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഈ ഒരു ബോട്ടിൽ ഞാൻ കുറച്ചുകൂടി വെള്ളമാക്കിയിട്ട് വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ ഈ പ്ലാന്റ്സിനൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കെയർ ചെയ്തു. ലാസ്റ്റ് ആ വെള്ളത്തിലേക്ക് വീണ്ടും നമ്മൾ ഈ മണി പ്ലാന്റിനെ വെച്ചിട്ടൊന്ന് സെറ്റാക്കി കൊടുക്കും കേട്ടോ. ഇങ്ങനെ ഇടയ്ക്ക് ഞാൻ ആഴ്ചയിലൊരിക്കൽ ഈ ഇതുപോലത്തെ ചെടികളൊക്കെ ഒന്ന് കെയർ ചെയ്ത് കൊണ്ടുവരും കേട്ടോ. നമ്മൾ നിൽക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന വീട് ചെറുതോ വലുതോ എന്നതിലല്ല കാര്യം, നമ്മൾ എത്രത്തോളം മനോഹരമായിട്ടും എത്രത്തോളം നീറ്റായിട്ടും ക്ലീനാക്കിയിട്ടും കൊണ്ടെടുക്കുന്നു എന്നതിലാണ് കേട്ടോ കാര്യം. നമ്മൾ വീട് ക്ലീനാക്കും തോറും എന്താ പറയുക പുറമേ നിന്ന് കാണുന്നവർക്കും നല്ലൊരു സമാധാനമായിരിക്കും. നമ്മളെപ്പോലെ ഒന്ന് മാറണം എന്ന് അവരും ചിന്തിക്കും കേട്ടോ. അങ്ങനെ ഞാൻ ചോറൊക്കെ അതിൻ്റെ ഇടയിൽ വെക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ അരിയൊക്കെ ഒന്ന് വെന്തിടണമെന്നൊക്കെ എടുക്ക് നോക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ പത്തിരി പൊടി പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ബോട്ടിലേക്ക് മാറ്റി തലേന്ന് കൊണ്ടുവന്നിട്ടുള്ള എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മുളകും പൊടിയും മാറ്റി കൊടുത്തു കേട്ടോ. പിന്നെ കുറച്ച് അരി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ, അതും കൂടി ഒന്ന് ബോട്ടിലാക്കി. ലാസ്റ്റ് നമ്മൾ ചോറിനുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം കൂടി ഇട്ടിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാമ്പാറാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുമ്പളം ഉണ്ട് കേട്ടോ. കുമ്പളം ഒന്ന് തൊലിയൊക്കെ കളഞ്ഞു. ഇതിപ്പോൾ മൂത്തച്ഛൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ, ലാസ്റ്റ് ബാലൻസാണ്. അപ്പോൾ പിന്നെ എല്ലാം കൂടി ഒക്കെ ഓരോന്നീച്ചേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ടിട്ട് ഒരു കറി അങ്ങോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ കുമ്പളമൊക്കെ ചെത്തിയെടുത്തു. മൊത്തത്തിൽ വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീനാക്കി എടുത്തു കേട്ടോ. ലാസ്റ്റ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ ചോറ് ഇതിൻ്റെ ഇടയിൽ വെന്ത് കിട്ടിയോണ്ട് തന്നെ അടുപ്പത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ കറിയും റെഡിയാക്കി എടുക്കുന്നത്. അങ്ങനെ ചോറ് ഊറ്റലും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ കുറച്ച് ചെമ്മീൻ ഉണ്ടായിരുന്നു കേട്ടോ, അത് ഉണക്കച്ചെമ്മീൻ ഉണ്ടല്ലോ അതാണ്. അതൊന്ന് ചമ്മന്തി പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ കുതിരാൻ വേണ്ടിയിട്ട് വെക്കുകയാണേ. അങ്ങനെ നമ്മൾ പച്ചക്കറിയൊക്കെ ഒന്ന് നല്ലപോലെ ഒന്ന് കേക്ക് എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അതിനിടയിൽ ഞാൻ ഈ ഗ്യാസ് സ്റ്റോപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് തുടച്ചെടുത്തിട്ട് പിന്നെ അതിൻ്റെ ഇതൊക്കെ ഒന്ന് കേക്ക് വൃത്തിയാക്കിയിട്ട് എടുത്തു വെച്ചു കേട്ടോ. അവിടെ അങ്ങോട്ട് ക്ലീൻ ആക്കിയിട്ടപ്പം കുറച്ച് സമാധാനേ.
അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മൾ വെജിറ്റബിൾസും ഒക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുമ്പളങ്ങ ഒരു ചെറിയ കഷ്ണമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുമ്പളങ്ങനും ക്യാരറ്റും തക്കാളി വെല്ലുള്ളി ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കൂടി ഇട്ടിട്ട് എല്ലാ വെജിറ്റബിൾസ് വെച്ചിട്ടാണ് കേട്ടോ സാമ്പാർ ഉണ്ടാക്കുന്നത്. സാമ്പാർ വെച്ചാൽ സാമ്പാറൊന്നുമല്ല, അങ്ങനെ ഒരു കറി എന്ന് പറയാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഞാൻ കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലാസ്റ്റ് പിന്നെ നമ്മൾ ഇതിലേക്ക് മസാലപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. മുളകും ഈ പൊടികളൊക്കെ നിങ്ങളെ ഇഷ്ടത്തിന് എടുക്കുക കേട്ടോ. ആരെങ്കിലും ട്രൈ ചെയ്തെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങ അരച്ചിട്ട് പോരാ കേട്ടോ. ഞാൻ തേങ്ങ ഒന്നും അരക്കുന്നില്ലേ. അങ്ങനെ മഞ്ഞൾ, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഇതാ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഏതൊരു കറി വെക്കുമ്പോഴും സാമ്പാർ പൊടി ഇട്ടാലേ നമുക്ക് സാമ്പാർ കറി ആയി കേട്ടോ. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് അവിടെ വേവിക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ ഇതാ 3 നമ്മൾ ചുവന്ന മുളകുണ്ടല്ലോ അതൊന്ന് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വപ്പടക്കോലിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ അത് ജസ്റ്റ് ഒന്ന് ചുട്ടെടുത്തു കേട്ടോ. പിന്നെ കുറച്ച് ചെമ്മീൻ നല്ല പോലെ കേക്ക് എടുത്തിട്ട് മിക്സിയുടെ ജാറിൽ ഇടുന്നുണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് വെളിച്ചെണ്ണയിലൊന്ന് വറുത്തെടുക്കേ. ഞാനിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതാ കുറച്ച് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതാക്കിയിട്ടുണ്ടല്ലോ മുളക്, അതും പിന്നെ ചുവന്നുള്ളി ഒരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. കുറച്ച് കല്ലുപ്പും കൂടിയും ചേർക്കുന്നുണ്ട് കേട്ടോ. അതിന് ശേഷം കുറച്ച് സുർക്കയും കൂടി ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് നല്ലപോലെ അരച്ചെടുക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് കറിയൊന്നും ഇല്ലാതെ തന്നെ ഈ ചോറ് തിന്നാം കേട്ടോ. അതിന് കുറച്ച് പുളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ലാസ്റ്റ് ഇതാ നമ്മളിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കുകയാണ്. ഒന്ന് ജസ്റ്റ് ചതച്ചെടുത്താൽ മതി. വീട്ടിലെല്ലാവരും ഉണ്ടായതുകൊണ്ട് തന്നെ സാവധാനമാണ് കേട്ടോ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നത്. അങ്ങനെ അതാ ചമ്മന്തി നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞപ്പോൾ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിടുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഒരു കിച്ചണും കൂടി ഒന്ന് തുടച്ചെടുത്താൽ നമ്മളെ പണി കഴിയും കേട്ടോ. മൊത്തം ഒന്ന് ക്ലീൻ ആക്കിയിട്ടിട്ട് ഒരു സമാധാനമാണ് കേട്ടോ. ലാസ്റ്റ് ഇതാ ഞാൻ കറിയൊന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ മീതനെയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ തട്ടി കൊടുത്തതിന് ശേഷമാണ് കേട്ടോ തുടച്ചെടുക്കുന്നത്. ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തുടച്ച് കൊടുക്കും കേട്ടോ, നല്ലൊരു നീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഇതാ ഒരു 2-3 പ്രാവശ്യം നമ്മൾ ഈ ഒരു അടുപ്പിൻ്റെ ഏരിയയും കൂടിയും തുടക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് കടുകും കറിവേപ്പിലയും പിന്നെ കുറച്ച് വെളിച്ചെണ്ണയിൽ നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് കുറച്ച് സാമ്പാർ പൊടിയും ഇട്ട് കൊടുക്കും കേട്ടോ. കുറച്ച് കായപ്പൊടി ഇട്ടിട്ട് നമ്മളൊന്ന് വറവിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. കറി ഇതേപോലെയാണ് കേട്ടോ കറി കിട്ടുക. അങ്ങനെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇട്ടു കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ, അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.